നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാറിൽ മൽപിടുത്തം, ഓടിക്കൊണ്ടിരിക്കെ ഡോർ 3 തവണ തുറന്നു. നിർണായക വിവരങ്ങൾ. കേജ്രിവാളിന്റെ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ബിജെപിക്ക് വേണ്ടി, രഹസ്യങ്ങൾ ചോർത്താനെന്ന് ആം ആദ്മി പാർട്ടി. കട്ടപ്പനയിലെ കൊലക്കേസ് പ്രതിക്കെതിരെ ഒരു ബലാത്സംഗ കേസ് കൂടി. പീഡനം, വിവാഹദോഷം മാറാനെന്ന പേരിൽ സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 1.5 ലക്ഷം കവിഞ്ഞു. ചരിത്രത്തിലാദ്യം ഗ്രാമിന് 6300 രൂപ. വാർത്തകൾ വിശദമായി. പത്തനംതിട്ട അപകടത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. അമിത വേഗതയിലായിരുന്നു കാർ എന്നും ഓടിക്കൊണ്ടിരിക്കെ അനുജ ഇരുന്ന വശത്തെ ഡോർ 3 തവണ തുറന്നുമെന്നാണ് അപകടം നടക്കുന്നത് കണ്ട ദൃക്സാക്ഷി വെളിപ്പെടുത്തിയത്. അപകടത്തിനു മുമ്പ് കാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ശങ്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സുഹൃത്തിനൊപ്പം കൊല്ലത്ത് പോയി തിരിച്ചു വരുമ്പോഴാണ് മുമ്പിൽ പോകുകയായിരുന്ന കാർ ശ്രദ്ധിച്ചത്. കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ ഇരുന്ന ഭാഗത്തെ ഡോർ 3 തവണ തുറന്നു. ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നലുണ്ടായിരുന്നു. അമിത വേഗതയിലായിരുന്ന കാർ 2 തവണ എതിർദിശയിലേക്ക് പോയിരുന്നു. അപകടത്തിൽപ്പെട്ട കാറിന്റെ ദൃശ്യം കണ്ടാണ് തിരിച്ചറിഞ്ഞതെന്നും ശങ്കർ പറഞ്ഞു. കാറിന്റെ ഒരു വശത്തെ ഡോറിന് പുറത്തേക്ക് കാലുകൾ നീണ്ടുകിടക്കുന്നത് കണ്ടുവെന്നും കാറിനുള്ളിൽ മർദ്ദനം നടന്നോ എന്ന് സംശയമുണ്ടെന്നും ശങ്കർ പറഞ്ഞു. കാറിൽ നിന്നും ഒരു സ്ത്രീ പുറത്തിറങ്ങി നിൽക്കുന്നത് താൻ കണ്ടുവെന്നും ശങ്കർ പറയുന്നുണ്ട്. അതേസമയം കാർ അമിത വേഗതയിലായിരുന്നുവെന്നും ലോറി ഡ്രൈവർ ഹരിയാന സ്വദേശിയായ റംസാൻ പറഞ്ഞത്. ലോറി പതുക്കെയാണ് പോയിരുന്നത്. കാർ തെറ്റായ ദിശയിൽ വന്ന് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നും റംസാൻ പറഞ്ഞു. ഈ വാദം നിഷേധിച്ച് ആഷിമിന്റെ സഹോദരൻ രംഗത്തെത്തിയിരുന്നു. ഇഡി ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും വിവരങ്ങൾ ചോർത്താൻ ബിജെപി ശ്രമിക്കുന്നതായി ഡൽഹി മന്ത്രി അതിഷി മർലോന. അതിനാണ് അരവിന്ദ് കേജ്രിവാളിന്റെ മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ഇഡി ആവശ്യപ്പെടുന്നതെന്നും അതിഷി ആരോപിച്ചു. മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇഡി അന്വേഷണം ബിജെപിക്ക് വേണ്ടിയെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം, ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മണ്ഡലങ്ങളിലെ ആം ആദ്മി പാർട്ടി പ്രചാരണം എന്നിവ ചോർത്താനാണ് നീക്കം. ഇഡിക്ക് ഈ വിവരങ്ങൾ ആവശ്യമില്ല, എന്നാൽ ബിജെപിക്ക് വളരെ ആവശ്യമാണെന്നും അതിഷി മർലോന പറഞ്ഞു. കേജ്രിവാൾ യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് ഭാര്യ സുനിത പ്രതികരിക്കുകയുണ്ടായി. കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും കരുതുന്നതായി കേജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമുള്ള ചോദ്യങ്ങളോട് UN വക്താവ് സ്റ്റീഫൻ ഡുറാജിക് പ്രതികരിച്ചു. സ്വതന്ത്രവും നീതിപൂർവവുമായ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സ്റ്റീഫൻ വ്യക്തമാക്കി. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിനെതിരെ ഒരു ബലാത്സംഗ കേസും കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു. സുഹൃത്തിന്റെ സഹോദരിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. ചൊവ്വാദോഷം മാറാൻ എന്ന പേരിൽ പ്രതീകാത്മക വിവാഹവും നടത്തിയിരുന്നു. 2016 ശേഷം നിതീഷ് പലതവണ യുവതിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. വീട്ടുകാർക്ക് അപകടം സംഭവിക്കുമെന്ന് വിശ്വസിപ്പിച്ച് പെൺകുട്ടിയുടെ സ്വന്തം വീട്, ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടുകൾ, ചോറ്റാനിക്കരയിലെ ലോഡ്ജ് എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു പീഡനം. സുഹൃത്തിന്റെ അമ്മയെ ബലാത്സംഗം ചെയ്തതിനും നിതീഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അഭിചാരക്രിയകളോട് ചുവട് പിടിച്ചാണ് നിതീഷ് മറ്റുള്ളവരുടെ വിശ്വാസം പിടിച്ചെടുത്തതെന്നാണ് നിഗമനം. പൂജയുടെ ഭാഗമായി ഗന്ധർവൻ വരുന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സുഹൃത്തിന്റെ അമ്മയെയും ഇയാൾ പലതവണ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. മോഷണത്തിനിടെ നിതീഷും വിഷ്ണുവും പിടിയിലായതോടെയാണ് കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സ്വർണ്ണവില പവന് 1.5 ലക്ഷം കവിഞ്ഞു. 50,400 രൂപയാണ് ഇന്നത്തെ വില. ചരിത്രത്തിലാദ്യമായാണ് 50,000 രൂപ കടക്കുന്നത്. 1 ഗ്രാമിന്റെ വില 6,300 രൂപയിലെത്തി. 130 രൂപയാണ് ഇന്ന് സ്വർണത്തിന് കൂടിയത്. സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയ മാസമാണ് മാർച്ച്. രാജ്യാന്തര വിപണിയിലെ വില വർധനവാണ് കേരളത്തിലും വില കൂടാൻ കാരണം. 46,320 രൂപയായിരുന്നു മാർച്ച് 1 വില. 5-ന് 47,560 രൂപയും 7-ന് വീണ്ടും വില ഉയർന്ന് 48,880 രൂപയുമായി. 9-ന് 48,600 രൂപയായി. പിന്നീടുള്ള ദിവസങ്ങളിൽ വില കുറഞ്ഞു. 13-ന് 48,280 രൂപയായി. എന്നാൽ 21-ന് വില 49,000-ലേക്ക് കുതിച്ചു. തുടർന്ന് എപ്പോൾ വേണമെങ്കിലും പവന് 50,000 കടക്കാമെന്നതായി സ്ഥിതി. 49,080 രൂപയിലാണ് സംസ്ഥാനത്ത് ബുധനാഴ്ച സ്വർണ്ണ വ്യാപാരം നടന്നത്. ഗ്രാമിന് 6,135 രൂപ. വ്യാഴാഴ്ച വീണ്ടും വില കൂടി. പവന് 280 രൂപയാണ് കൂടിയത്. 49,360 രൂപ ഒരു പവന് സ്വർണത്തിന്റെ വിലയെത്തി. ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 6,170 രൂപയിലെത്തി. ഇന്ന് വീണ്ടും 1.5 ലക്ഷത്തിലേക്ക് മുകളിൽ വിലയെത്തി. 10 വർഷത്തിനിടെ സ്വർണത്തിന് 30,000-ഓളം രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 2015-ൽ അന്താരാഷ്ട്ര സ്വർണ്ണവില $1,300
പവൻ വില 21,200 രൂപയിലും ഗ്രാം വില 2,650 രൂപയിലുമായിരുന്നു. ഇന്നത് $2,234, ഒരു പവന്റെ വില 50,400 രൂപയിലും ഒരു ഗ്രാമിന്റെ വില 6,300 രൂപയിലും എത്തി നിൽക്കുന്നു.